ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വാഗ്ദാനങ്ങളാണ്. വി വിനോദ് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഒരുപാട് വാഗ്ദാനങ്ങൾ നിതിൻ നബീൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഒന്ന്, എയിംസ് യാഥാർത്ഥ്യമാക്കും, മെട്രോ സർവീസുകൾ അങ്ങനെ തുടങ്ങി 20,000 ലിറ്റർ കുടിവെള്ളം കൊടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ 2,500 രൂപയ്ക്ക് സ്ത്രീകൾക്ക് ക്ഷേമമായിട്ട് കൊടുക്കുന്നതായിക്കോട്ടെ, അങ്ങനെ പല വാഗ്ദാനങ്ങളാണ് നടത്തുന്നത്. എന്താണ് ഇന്ത്യയുടെ മനസ്സിൽ? ഹരി, വളരെ വലിയ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നത്, എൻ.ഡി.എ ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഈ പ്രകടന പത്രികയെ കാണണം. സാമാന്യ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രകടന പത്രിക അതുതന്നെയാണ് നമുക്ക് ഈ പ്രഖ്യാപനത്തിൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് പ്രതിമാസം 2,500 രൂപ റീചാർജുള്ള ഒരു ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് നൽകും. ഇത് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും മരുന്ന് വാങ്ങാനും ഉപയോഗിക്കാം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കി ഉയർത്തുന്നതാണ്. ഗൃഹനാഥകൾക്കും വിധവകൾക്കും 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും പ്രതിമാസം 3,000 രൂപ ക്ഷേമ പെൻഷൻ എന്ന വാഗ്ദാനം ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ പിന്തുണ ആവശ്യമുള്ള എല്ലാ വിളകൾക്കും താങ്ങുവില MSP ഉറപ്പാക്കും എന്ന കാര്യം, തോട്ടം മേഖലയിലെ നിയമങ്ങളും വനനിയമങ്ങളും ഭേദഗതി ചെയ്ത് പ്ലാന്റേഷൻ ഭൂമിയിൽ ഇടവിള കൃഷി നടത്തുന്നതിനുള്ള അവസരം ഒരുക്കും എന്ന കാര്യം പറയുന്നു. ഈ MSPയുമായി ബന്ധപ്പെട്ട് നേരത്തെ നമുക്കറിയാം വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായതാണ്. ഏതായിരുന്നാലും ഈ പ്രകടന പത്രികയുടെ ഭാഗമായി അത്തരമൊരു പ്രഖ്യാപനമുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാ മലയാളികൾക്കും ലഭ്യമാക്കും. അടിയന്തര ചികിത്സാ ആവശ്യങ്ങളിൽ ഇതൊരു വലിയ സുരക്ഷാ കവചമായി മാറുമെന്ന് ഇതിൽ പറയുന്നുണ്ട്. പ്രകടന പത്രിക അത്തരമൊരു കാര്യം ഉറപ്പു നൽകുന്നു. എയിംസ് യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുന്നു. നമുക്കറിയാം സംസ്ഥാനത്ത് വലിയ തോതിൽ ചർച്ചയായ കാര്യമാണ് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം, രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രഖ്യാപനം. ഇതിൽ ഏത് ജില്ലയിൽ ഇത് സ്ഥാപിക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള വാദപ്രതിവാദം, അങ്ങനെ എയിംസുമായി ബന്ധപ്പെട്ട് വളരെ വലിയ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടന്നതാണ്. പക്ഷേ ഇതുവരെ എയിംസിൻ്റെ ഒരു പ്രഖ്യാപനം സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രകടന പത്രികയിൽ എയിംസ് കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ബി.ജെ.പി. ഉറപ്പു നൽകുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു ആകർഷകമായ ഒരു പ്രഖ്യാപനം എന്നത്, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 സൗജന്യ LPG സിലിണ്ടറുകൾ നൽകുമെന്നതാണ്. ഓണത്തിനും ക്രിസ്മസിനും ഓരോന്ന് വീതം എന്ന കണക്കിലായിരിക്കും ഇവ ലഭ്യമാക്കുക. അങ്ങനെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 2 സിലിണ്ടറുകൾ ഒരു വർഷത്തിൽ സൗജന്യമായി നൽകുന്ന പദ്ധതി. മറ്റൊന്ന്, കേരളത്തിലെ ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി നൽകുമെന്നതാണ്. വളരെ വലിയ ഒരു പ്രഖ്യാപനമാണ്. കാരണം നേരത്തെ ഈ സംസ്ഥാനത്ത് നികുതി കൂടുന്ന അല്ലെങ്കിൽ ചാർജുകൾ കൂടുന്ന ഒരു സാഹചര്യത്തിൽ കുടിവെള്ളത്തിന് 5 ഇരട്ടി വരെ ചാർജ് വർദ്ധിപ്പിച്ചു എന്ന വലിയ വിമർശനം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി നൽകുമെന്ന ബി.ജെ.പിയുടെ പ്രഖ്യാപനം. മറ്റൊന്ന്, തിരുവനന്തപുരത്തെയും കണ്ണൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം. കൊച്ചി മെട്രോയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കും. കൂടാതെ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പുതിയ മെട്രോ സർവീസുകൾ ആരംഭിക്കും. ഇങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളാണ്. കേരളീയർക്ക് പുതിയ തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾ, ഓരോ നിയമനത്തിനും 1 ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശയിൽ ലോൺ ലഭ്യമാക്കുന്ന എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, വിഴിഞ്ഞം തുറമുഖം, അതുമായും ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനമുണ്ട്. വിഴിഞ്ഞത്ത് കപ്പലെടുത്തത് മുതൽ തന്നെ അതിൻ്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ, 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. റിംഗ് റോഡ് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. റെയിൽവേയുടെ സ്ഥലം ഏറ്റെടുക്കൽ നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ വലിയൊരു പ്രഖ്യാപനമായി വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രധാന വ്യവസായ കേന്ദ്രമാക്കി വികസിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇതിനായി ഷിപ്പ് റിപ്പയർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ക്ലസ്റ്റർ, നേമം യാർഡ് മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ എലിവേറ്റഡ് ഡബിൾ റെയിൽപാത, തുറമുഖത്തിന് ചുറ്റും പ്രത്യേക വ്യാവസായിക ഇടനാഴി എന്നിവ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. വലിയ കുതിച്ചുചാട്ടമായിരിക്കും. ഇതൊക്കെ സംഭവിച്ചാൽ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വലിയ സാമ്പത്തിക പുരോഗതിയായിരിക്കും നടക്കുക എന്ന കാര്യം ഉറപ്പാണ്. ഇതൊരു വലിയ പ്രഖ്യാപനമായി ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ ഐച്ഛികമായി ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ലഭ്യമാക്കുമെന്നതാണ്. പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഭാഷ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ പ്രകടന പത്രികയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിൽ നിർബന്ധമായി ഐച്ഛിക വിഷയമായി തന്നെ നടപ്പാക്കുമെന്ന് പറയുന്നു. മറ്റൊന്ന്, നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ വലിയ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ രാഷ്ട്രീയ കോലാഹലമാണ്, രാഷ്ട്രീയ യുദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇതാ ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ പറയുന്നത്, ക്ഷേത്രഭരണത്തിൽ ഭക്തരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുമെന്നതാണ്. ഇതൊരു വലിയ നിയമപ്രശ്നം കൂടിയായിരിക്കും. കാരണം സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ദേവസ്വം ബോർഡുകളുടെ കാര്യം. അതിൽ ഇടപെടും, കൈകടത്തും എന്ന ഒരു
പ്രഖ്യാപനം കൂടിയാണ് ഈ പ്രകടന പത്രികയിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്നത്. ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുമെന്ന ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു പ്രഖ്യാപനം ഇതിൽ പറയുന്നുണ്ട്. ഇതിലൂടെ ശബരിമല, ഗുരുവായൂർ തുടങ്ങി എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സമയബന്ധിതമായ CBI അന്വേഷണം നടത്തി അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇപ്പോൾ EDയുടെ അന്വേഷണമാണ് നടക്കുന്നത്, നമുക്കറിയാം. CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ച നിലയുണ്ടായിരുന്നു. അതിൽ പ്രാഥമികമായ നടപടികൾ ഉണ്ട്. പക്ഷേ അതിലേക്ക് CBIയുടെ ഒരു വലിയ അന്വേഷണം വരും എന്ന കാര്യം ഈ പ്രകടന പത്രികയിൽ ഉറപ്പിച്ചു പറയുന്നു. ഭക്തർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ശബരിമല അടിസ്ഥാന സൗകര്യ മിഷൻ ആരംഭിക്കും. അതായത് പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ കൈവശമുള്ള ഒരു ക്ഷേത്രം അത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തേക്കും എന്ന കൃത്യമായ സൂചന നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ പ്രകടന പത്രികയിലൂടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒരുപക്ഷെ വഴിവെക്കുന്നൊരു കാര്യമാണ്. ശബരിമല അടിസ്ഥാന സൗകര്യ മിഷൻ എന്ന പേരിൽ ഒരു വലിയ ബൃഹത് പദ്ധതി, നമുക്കറിയാം ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു മിഷൻ കൊണ്ടുവരുമെന്ന് കേന്ദ്രം പറയുന്നത്. ഒരുപക്ഷെ അത് എങ്ങനെ ആയിരിക്കും, സംസ്ഥാനവുമായി സഹകരിച്ചായിരിക്കുമോ ഇത് നടപ്പാക്കുക, അല്ലെങ്കിൽ കേന്ദ്രം സ്വന്തം നിലയ്ക്ക് ഇത് നടപ്പാക്കുമെന്നാണോ? അക്കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. സ്വന്തം നിലയ്ക്കാണെങ്കിൽ തീർച്ചയായും ശബരിമലയിൽ കേന്ദ്രം നേരിട്ടിടപെടും എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. നേരിട്ടിടപെടുകയാണോ എന്ന ചോദ്യം കൂടി നിൽക്കുകയാണ്. വമ്പൻ പ്രഖ്യാപനങ്ങളാണ്, വാഗ്ദാനങ്ങളാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൃത്യമായ വാഗ്ദാനങ്ങൾ NDA നടത്തുകയാണ്. വലിയ മുന്നേറ്റമായിട്ട് തന്നെ കണക്കാക്കണം എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. എന്തായാലും വലിയ നീക്കം NDA നടത്തുമ്പോഴേക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ചില ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട്.